ബാബിലോണിനെ പൊങ്ങി വരാതെ വണ്ണം ദൈവം വീഴ്ത്തിയതായി വേദപുസ്തകത്തിൽ നാം കാണുന്നു. ബാബേലിന് വരുവാനിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബാബേലിൻ്റെ നാശത്തെക്കുറിച്ച് യിരെമ്യാവ് പ്രയാണാധ്യക്ഷനായ സെരായാവോട് ഇങ്ങനെ പറഞ്ഞു: പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി പ്രാത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞു. ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും. ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല. അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. യിരെമ്യാവ് 51 അധ്യായം 63-64 വാക്യങ്ങൾ. യിരെമ്യാവ് 46 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് പ്രബലമായിരുന്ന ചില സാമ്രാജ്യങ്ങളുടെ തകർച്ചകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അന്ന് തകരുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന പ്രബലമായ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ എന്ന മഹത്തായ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് എന്താണെന്ന് വചനം പറയുന്നു. ബാബിലോൺ രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കൽദയപുത്രി, മിണ്ടാതെ ഇരിക്ക, ഇരുട്ടത്ത് പോക, നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല. യെശയ്യാവ് 47:5 വചനം. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രം ആയിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 7 വചനത്തിൽ പറയുന്നു. ഏറ്റവും ശക്തിയുള്ള രാജ്യം മാത്രമല്ല, അനേകം നിക്ഷേപങ്ങളുള്ള രാജ്യം, വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ച് കളവാനുള്ള അവധി വന്നിരിക്കുന്നു. യിരെമ്യാവ് 51:13 വചനം. ബാബിലോൺ രാജ്യങ്ങളുടെ തമ്പുരാട്ടി, രാജ്യങ്ങളെ ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രം, വളരെ നിക്ഷേപമുള്ള രാജ്യം. എന്നിട്ടെന്തേ ബാബിലോൺ വീണുപോയി? അവർ വെല്ലുവിളി നടത്തിയത് ദൈവത്തിൻ്റെ നഗരമായ യെരുശലേമിനെതിരെ. അവർ ദൈവത്തെ മറന്ന് ദൈവത്തെ തള്ളിക്കളഞ്ഞു. സ്വാദ് ഭോജനങ്ങൾ കൊണ്ട് വയർ നിറച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു. അവൻ എന്നെ വെറും പാത്രമാക്കി. മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എൻ്റെ സ്വാദ് ഭോജ്യങ്ങൾ കൊണ്ട് വയറ് നിറച്ചു, എന്നെ തള്ളിക്കളഞ്ഞു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 34 വചനം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ മനുഷ്യർ അഹങ്കരിച്ച് ആകാശം വരെ ഉയർന്ന ഗോപുരം പണിതപ്പോൾ യഹോവയായ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. അതിന് ബാബേൽ എന്ന് പേരായി എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ മഹതിയാം ബാബിലോൺ വീണുപോയതായി വ്യക്തമായി പറയുന്നു. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞത്: വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. വെളിപ്പാട് പുസ്തകം 18 അധ്യായം 1-2 വാക്യങ്ങൾ. അതേ വാക്യത്തിൻ്റെ തുടർച്ചയിൽ തന്നെ എന്തുകൊണ്ട് ബാബിലോൺ വീണു എന്ന് പറയുന്നു. ബാബിലോൺ ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായിരുന്നു. വേശ്യാവൃത്തിയിൽ അധപ്പതിച്ച നഗരം, സകലവിധ അകൃത്യങ്ങളാലും നിറയപ്പെട്ട നഗരം, മാനുഷ്യദേഹവും മാനുഷ്യപ്രാണനും വിൽക്കുന്ന നഗരം, സകലവിധ അശുദ്ധിയുടെയും വിളയിടം. ഈ ബാബിലോണിനെ ദൈവം അതൊരിക്കലും പൊങ്ങി വരാതെ വണ്ണം താഴ്ത്തിക്കളഞ്ഞു. ഇന്നും ബാബിലോന്യ ശക്തികൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി ഒരു പുറപ്പാട് അനുവദിക്കാതെ അന്ധകാരത്തിൽ കീഴെ നമ്മെ കെട്ടിയിടുന്നു. ഈ പോരാട്ടങ്ങൾക്ക് എതിരെ ദൈവം നമുക്കായി യുദ്ധം ചെയ്യും. ബാബിലോണിൻ്റെ പരാജയ കാരണങ്ങളായ അഹങ്കാരവും നിഗളവും അശുദ്ധിയും വെടിയാം. പത്രോസ് ശ്ലീഹായുടെ വചനങ്ങൾ മുറുകെ പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ ശക്തമായ കരത്തിൻ കീഴെ താണിരിക്കാം. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവർ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:5-7 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com